ഹായ്, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കോളജിക്കൽ സക്സഷനെ കുറിച്ചിട്ടാണ്. ഇത് ഈ സൈഡിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ നമുക്കറിയാം ഒരേ ഏരിയ ആണ് ഇത്. ഈ ഏരിയയിൽ തന്നെ ടൈമിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് അവിടെയുള്ള ചെടികളിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഒരേ ഏരിയയിൽ തന്നെ ടൈം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് അവിടെയുള്ള പ്ലാൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആനിമൽ കമ്മ്യൂണിറ്റി സീക്വൻഷ്യലായിട്ട് മാറി മാറി വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഓർഡർലിയും സീക്വൻഷ്യലിയും ഒരു ഏരിയയിലുള്ള തന്നെ കമ്മ്യൂണിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് വിത്ത് ടൈം ആണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എക്കോളജിക്കൽ സക്സസ് എന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത്, എക്കോളജിക്കൽ സക്സഷൻ, പ്രോസസ് ഓഫ് സക്സഷൻ, പിന്നെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് ഹൈഡ്രോസിയറും സീറോസിയറും പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഏരിയയിലുള്ള ബയോട്ടിക് കമ്മ്യൂണിറ്റികൾ മാറി മാറി വരുന്ന ആ പ്രോസസ്സ്, ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറി മാറി വരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ ഒക്കറൻസ് ഓഫ് റിലേറ്റീവ്ലി definite sequence of communities over a period of time in the same area is known as എക്കോളജിക്കൽ സക്സഷൻ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സീക്വൻസാണ്. അതായത് നമുക്കറിയാം ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി മാറിക്കഴിഞ്ഞാൽ അടുത്തത് ഈ കമ്മ്യൂണിറ്റി ആയിരിക്കും ആ ഏരിയയിൽ വരുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഒരു ഏരിയയിൽ വരുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ സെയിം ഏരിയ ഇസ് കോൾഡ് ആസ് എക്കോളജിക്കൽ സക്സഷൻ. നമ്മൾ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ എന്താ പറയുന്നത്, അവിടുത്തെ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഒരു ഏരിയയിലുള്ള പ്ലാൻ കമ്മ്യൂണിറ്റിയും ആനിമൽ കമ്മ്യൂണിറ്റിയും കൂടി ചേർന്നിട്ടാണ് ബയോട്ടിക് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഒരു ഏരിയയിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒരിക്കലും സ്റ്റേബിൾ അല്ല. അവർ ഡൈനാമിക് ആണ്. അതായത് അവർ മാറിക്കൊണ്ടിരിക്കും. ടൈം അനുസരിച്ച് സ്പേസ് അനുസരിച്ചിട്ട് അവർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിലെ ബയോട്ടിക് കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ അവരൊരിക്കലും സ്റ്റേബിൾ അല്ല, അവർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസും സ്റ്റേബിൾ അല്ല. നമുക്കറിയാം സീസൺ അനുസരിച്ചിട്ട് തന്നെ പല ടൈപ്പ് ക്ലൈമറ്റ് ആയിരിക്കാം ഒരു ഏരിയയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏരിയയിലുള്ള ബയോട്ടിക് കമ്മ്യൂണിറ്റി ഒരിക്കലും സ്റ്റേബിൾ അല്ല, അവരെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആൻഡ് അതിനു ചുറ്റുമുള്ള എൻവയോൺമെൻറ്റും അതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബയോട്ടിക് ഡിസ്റ്റർബൻസ് കാരണമുള്ള ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിയോജിയോഗ്രഫിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ നടക്കുന്ന പല ആക്ടിവിറ്റീസ് കാരണമായിരിക്കാം ഈ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏരിയയിലെ ബയോട്ടിക് കമ്മ്യൂണിറ്റി സ്റ്റേബിൾ അല്ലാത്ത പോലെ തന്നെ ആ ഒരു ഏരിയയിലെ എൻവയോൺമെൻറ്റും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആൻഡ് എങ്ങനത്തെയൊക്കെ ചേഞ്ചസ് ആണ് ഒരു എൻവയോൺമെൻറ്റിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ഫിസിയോജിയോഗ്രഫിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, ക്ലൈമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ബയോട്ടിക് കമ്മ്യൂണിറ്റികളുടെ ആക്ടിവിറ്റി കാരണമുള്ള ബയോട്ടിക് ഡിസ്റ്റർബൻസ് ആയിരിക്കാം. ഈ കാരണങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഒരു ഏരിയയിലെ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഒരിക്കലും സ്റ്റേബിൾ അല്ല, അത് ഒരിക്കലും ഒരു ബാലൻസിലും അല്ലായിരിക്കും. എപ്പോഴും അത് ഒരു ഇംബാലൻസിലായിരിക്കും അവിടുത്തെ എബയോട്ടിക് ആൻഡ് ബയോട്ടിക് എൻവയോൺമെൻ്റ് ആയിട്ട്. അപ്പോൾ എക്കോളജിക്കൽ സക്സഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ ഒക്കറൻസ് ഓഫ് റിലേറ്റീവ്ലി ഡെഫിനിറ്റ് സീക്വൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ സെയിം ഏരിയ ഇസ് നോൺ ആസ് എക്കോളജിക്കൽ സക്സഷൻ.
ആൻഡ് ഈ ഒരു ഏരിയയിലുള്ള എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ ചേഞ്ചസ് വരാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ക്ലൈമാറ്റിക് ഫാക്ടർ ആവാം, ബയോട്ടിക് ഇൻട്രാക്ഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഈ ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ട് എന്താണ്, ഒരു ഏരിയയിലുള്ള കമ്മ്യൂണിറ്റി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ട് പുതിയ കമ്മ്യൂണിറ്റികൾ ആ ഏരിയയിൽ വരും. അതായത് ഒരു ഏരിയയിലുള്ള എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീനെ റീപ്ലേസ് ചെയ്ത് ന്യൂ കമ്മ്യൂണിറ്റി ആ ഏരിയയിൽ വരാൻ തുടങ്ങും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മാറി മാറി കമ്മ്യൂണിറ്റീസ് വന്നു കഴിയുമ്പോൾ അവസാനം ഒരു മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആ പ്ലേസിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. മോർ ഓർ ലെസ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റികൾ, അതിനെക്കാട്ടി മുന്നേ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റികളെ കാട്ടി കുറച്ചും കൂടി അധികം സമയം ആ ഏരിയയിൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കും. അതായത് ഇങ്ങനെ കമ്മ്യൂണിറ്റികൾ മാറി മാറി വരുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റും എന്ന് വെച്ചാൽ അവസാനം ഒരു മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫൈനൽ കമ്മ്യൂണിറ്റി ആ ഏരിയയിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇങ്ങനെ കമ്മ്യൂണിറ്റികൾ ഒരു ഏരിയയിൽ സമയത്തിനനുസരിച്ച് മാറി മാറി വന്ന് അവസാനം ഒരു മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വരുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സക്സഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇത് ഓർഡർലി ആയിട്ടുള്ളൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. നമുക്ക് ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു മോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഹെർബ്സ് വരും എന്നറിയാം, ഏറ്റവും ലാസ്റ്റ് ട്രീസ് വരും എന്ന് പറയാം. അപ്പോൾ ഓർഡർലി ആയിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് അവിടെ കമ്മ്യൂണിറ്റിയിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതാണ് സക്സഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ ഒരു സക്സഷൻ നടക്കുന്ന ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ സക്സഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഏരിയ അല്ലെങ്കിൽ ആ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് സക്സഷൻ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ഡയഗ്രത്തിൽ അറിയാം. ആദ്യം എന്താണ്? ബെയർ റോക്കാണ് ആ ഏരിയയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെ അവിടെ മോസസ് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു സക്സഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് എടുക്കുകയാണെങ്കിൽ ആ ലാൻഡ് ഏരിയയ്ക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ആ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് സക്സഷൻ്റെ സമയത്ത് ആ ഏരിയയിലുള്ള ബയോമാസ്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് റിച്ച്നെസ് എല്ലാം വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഏരിയയിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് റിച്ച്നെസ്സും ബയോമാസും ലോ ആയിരിക്കും. പിന്നെ ന്യൂട്രിയൻ സോഴ്സസ് എക്സ്ട്രാ ബയോട്ടിക് ആയിരിക്കും. പിന്നെ ആ ഏരിയയിൽ പ്രൊഡക്ടിവിറ്റി ഗ്രേറ്റർ ആയിരിക്കും റെസ്പിറേഷനിൽ കാട്ടി. ആൻഡ് റേഷ്യോ ബിറ്റ്വീൻ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ബയോമാസ് ഈസ് ഹൈ. അതായത് ഗ്രോസ് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, ബയോമാസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റേഷ്യോ ബിറ്റ്വീൻ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ബയോമാസ് ഈസ് ഹൈ. പിന്നെ എനർജീൻ്റെ ചാനലിംഗ് ഒരു കുറച്ച് പാത്വേകളിൽ കൂടെ മാത്രമേ ടേക്ക് പ്ലേസ് ചെയ്യുള്ളൂ. എനർജി ഈസ് ചാനൽഡ് ഓൺലി ത്രൂ few pathways and species appear and disappear at regular succession. അപ്പോൾ സക്സഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഇനീഷ്യൽ ടൈമിൽ ആ ഏരിയ എടുക്കുകയാണെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അതായത് ബയോമാസ്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്പീഷീസ് റിച്ച്നെസ് ലോ ആണ്. ന്യൂട്രിയൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ബയോട്ടിക് ആണ്. പിന്നെ പ്രൊഡക്ടിവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ റെസ്പിറേഷൻ. ദെൻ റേഷ്യോ ബിറ്റ്വീൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ബയോമാസ് ഹൈ ആയിരിക്കും. പിന്നെ എനർജി കുറച്ച് പാത്വേ കൂടെയാണ് ചാനൽ ചെയ്യപ്പെടുന്നത്. പിന്നെ അവിടെയുള്ള സ്പീഷീസ് അപ്പിയറും ഡിസപ്പിയറും ചെയ്തുകൊണ്ടിരിക്കും ഒരു റെഗുലർ സക്സഷനിൽ. ഇനി
കോസസ് ഓഫ് സക്സഷൻ. എന്താണ് ഈ സക്സഷൻ? ഒരു ഏരിയയിലുള്ള സ്പീഷീസ് മാറി പുതിയൊരു സ്പീഷീസ് വരാൻ അല്ലെങ്കിൽ പുതിയൊരു കമ്മ്യൂണിറ്റി വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കോസസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് 3 ടൈപ്പ് കോസസ് ആണുള്ളത്. അത് ഫസ്റ്റ് വണ് ഇനീഷ്യൽ ഓർ ഇനീഷ്യേറ്റിംഗ് കോസസ്, സെക്കൻഡ് വൺ എക്സസസ് ഓർ കണ്ടിന്യൂയിങ് കോസസ്, ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റെബിലൈസിങ് കോസസ്. അപ്പം കോസസ് ഓഫ് സക്സഷന് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏത് സമയത്താണ് ഈ കോസ് ആക്ട് ചെയ്യുന്നതിൻ്റെ ബേസിസാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഇനീഷ്യേറ്റിംഗ് ഓർ ഇനീഷ്യൽ കോസസ് എന്ന് പറഞ്ഞാൽ ഒരു സക്സഷൻ്റെ തുടക്കത്തിൽ ഉള്ള കുറച്ച് കോസസിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഓർ ഇനീഷ്യേറ്റിംഗ് കോസസ് എന്ന് പറയുന്നത്. എക്സസസ് ഓർ കണ്ടിന്യൂയിങ് കോസസ് എന്ന് പറഞ്ഞാൽ സക്സഷൻ ഒരു ഏരിയയിലുള്ള സ്പീഷീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മാറി വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കോസസിനെയാണ് നമ്മൾ എക്സസസ് ഓർ കണ്ടിന്യൂയിങ് കോസസ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റെബിലൈസിങ് കോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ഫൈനലായിട്ട് ഒരു കമ്മ്യൂണിറ്റി വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് അധികം നാളെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോസസിനെയാണ് നമ്മൾ സ്റ്റെബിലൈസിങ് കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഇനീഷ്യൽ ഓർ ഇനീഷ്യേറ്റിംഗ് കോസസ്. അപ്പോൾ ഇനീഷ്യൽ അല്ലെങ്കിൽ ഇനീഷ്യേറ്റിംഗ് കോസസ് എന്ന് പറഞ്ഞാൽ ഒരു ബെയർ ഏരിയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന കോസസിനെയാണ് നമ്മൾ ഇനീഷ്യൽ അല്ലെങ്കിൽ ഇനീഷ്യേറ്റിംഗ് കോസസ് എന്ന് പറയുന്നത്. അതായത് ദീസ് കോസസ് എ ബെയർ ഏരിയ by destroying existing population of an area. അപ്പോൾ ഒരു ബെയർ ആയിട്ടുള്ള ഏരിയ ഫോം ചെയ്യുന്ന പ്രോസസ്സ്, ഒരു ആനിമലും പ്ലാന്റും ഒന്നുമില്ലാതെ വെറും സോയിൽ മാത്രമായിട്ട് കിടക്കുന്ന ഒരു ബെയർ ഏരിയ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഓർ ഇനീഷ്യേറ്റിംഗ് കോസസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബെയർ ആയിട്ടുള്ള ഏരിയ മെയിനായിട്ട് 3 ടൈപ്പ് കോസസ് കാരണം ഒക്കർ ചെയ്യാം. അതായത് ക്ലൈമാറ്റിക് കോസസ് കാരണം, ടോപ്പോഗ്രഫിക് കോസസ് കാരണം, അല്ലെങ്കിൽ ബയോട്ടിക് കോസസ് കാരണം. അപ്പോൾ ബെയർ ഏരിയ 3 ടൈപ്പ് കോസസ് കൊണ്ട് ഫോം ചെയ്യാം. ക്ലൈമാറ്റിക് കോസസ്, ടോപ്പോഗ്രഫിക് കോസസ് ആൻഡ് ബയോട്ടിക് കോസസ്. അതിൽ ക്ലൈമാറ്റിക് കോസസിൻ്റെ എക്സാമ്പിളാണ് ഡ്രൗട്ട് കാരണം ഒരു ബെയർ ഏരിയ ഫോം ചെയ്യാം. ഹെവി റെയിൻഫോൾ കാരണം അവിടെയുള്ള വെജിറ്റേഷനൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് പുതിയൊരു ബെയറായിട്ടുള്ള ലാൻഡ് ഫോം ചെയ്യാം. ലൈറ്റ്നിങ്, വിൻഡ്, ഫയറൊക്കെ ക്ലൈമാറ്റിക് കോസസിന് എക്സാമ്പിളാണ്. ഈ ടോപ്പോഗ്രഫിക് കോസസ് എന്ന് പറഞ്ഞാൽ ഇറോഷൻ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്, അവിടുത്തെ ആ ഒരു ജിയോഗ്രഫിയായിട്ട് സോയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതിനെയാണ് നമ്മൾ ടോപ്പോഗ്രഫിക് കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡാണ് ടോപ്പോഗ്രഫിക് കോസസിനുള്ള എക്സാമ്പിൾ. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ബയോട്ടിക് കോസസ് കാരണം ഒരു ബെയർ ആയിട്ടുള്ള ഏരിയ ഫോം ചെയ്യുന്ന. അതിനുള്ള എക്സാമ്പിൾസാണ് ഗ്രേസിങ്, ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ ഡിസീസൊക്കെ കാരണം ഒരു ബെയർ ആയിട്ടുള്ള ഏരിയ ഫോം ചെയ്യാം. ഈ ബയോട്ടിക് കോസസിൽ കുറേ മാൻ മെയ്ഡ് കോസസും ഉണ്ട്. അതാണ് ഡീഫോറസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ആണ് എക്സസസ് ഓർ കണ്ടിന്യൂയിങ് കോസസ്. ആ എക്സസ് ഓർ കണ്ടിന്യൂയിങ് കോസസ് എന്താണ് ചെയ്യുന്നത്? ഒരു ഏരിയയിലുള്ള കമ്മ്യൂണിറ്റികളെ സീക്വൻഷ്യലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോസസിനെയാണ് നമ്മൾ എക്സസസ് ഓർ കണ്ടിന്യൂയിങ് കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെയറായിട്ടൊരു ഏരിയ ഫോം ചെയ്തു, അതിന് ശേഷം അവിടെ എന്തെങ്കിലും സ്പീഷീസ് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിറ്റി വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പിന്നീട് ആ കമ്മ്യൂണിറ്റീനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു കമ്മ്യൂണിറ്റി വരുന്നു. അപ്പോൾ സീക്വൻഷ്യലായിട്ട് ഒരു ഏരിയയിലുള്ള കമ്മ്യൂണിറ്റീസിനെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോസസിനെയാണ് നമ്മൾ എക്സസസ് ഓർ കണ്ടിന്യൂയിങ് കോസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മൈഗ്രേഷൻ, അഗ്രഗേഷൻ, കോമ്പറ്റീഷൻ ആൻഡ്
റിയാക്ഷൻ. അപ്പോൾ ഇതുപോലെയുള്ള പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, എക്സസസ് ഓർ കണ്ടിന്യൂയിങ് കോസസ് എന്ന് പറയുന്നത്. മൈഗ്രേഷൻ, അതായത് പുറത്തുനിന്ന് ഒരു സ്പീഷീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു ഏരിയയിലോട്ട് മൂവിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ആൻ ഏരിയനെ നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയും. അഗ്രഗേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് റിയാക്ഷൻ. ലാസ്റ്റ് കോസസ് ആണ് സ്റ്റെബിലൈസിങ് കോസസ്. അപ്പോൾ ഒരു ഏരിയയിൽ ഇങ്ങനെ കമ്മ്യൂണിറ്റികൾ മാറി മാറി വരുമ്പോഴത്തേക്കും ഫൈനലായിട്ടൊരു കമ്മ്യൂണിറ്റി വരും എന്ന് പറഞ്ഞു. ആ ഫൈനൽ കമ്മ്യൂണിറ്റീൻ്റെ പ്രത്യേകത എന്താണ്, ആ ഏരിയയിൽ അവർക്ക് കുറേ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ടൈപ്പ് കമ്മ്യൂണിറ്റീനെയാണ് ഫൈനൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ടെക്നിക്കലായിട്ട് ഈ ഫൈനലായിട്ട് ഒരു ഏരിയയിൽ വരുന്ന കമ്മ്യൂണിറ്റീനെ നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ സ്റ്റെബിലൈസിങ് കോസസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീനെ സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഏരിയയിലെ ഒരു കമ്മ്യൂണിറ്റീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോസസിനെയാണ് നമ്മൾ സ്റ്റെബിലൈസിങ് കോസസ് എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസിങ് കോസ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ഓഫ് ആൻ ഏരിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലൈസിങ് കോസസ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ പ്രോസസ് ഓഫ് സക്സഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ് സക്സഷൻ, പിന്നെ കോസസ് ഓഫ് സക്സഷൻ, അതായത് സക്സഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള കോസസിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ജനറൽ പ്രോസസ് ഓഫ് സക്സഷനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സക്സഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ബെയർ ആയിട്ടുള്ള ഏരിയ ആണ് ആദ്യം ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ബെയർ ആയിട്ടുള്ള ഏരിയയിൽ ആദ്യം വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ വിളിക്കുന്ന പേരാണ് പയോനിയർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു ബെയർ ഏരിയയിൽ ആദ്യം വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ വിളിക്കുന്ന പേരാണ് പയോനിയർ കമ്മ്യൂണിറ്റി. പിന്നെ അതേ ഏരിയയിൽ ഈ പയോണിയർ കമ്മ്യൂണിറ്റീനെ റീപ്ലേസ് ചെയ്ത് സെക്കൻഡ് കമ്മ്യൂണിറ്റി വരും. അതിനെ നമ്മൾ സീറാൽ സ്റ്റേജ് 1 എന്ന് വിളിക്കും. പിന്നെ അടുത്ത തേർഡ് കമ്മ്യൂണിറ്റി വരും, അതിനെ സീറാൽ സ്റ്റേജ് 2 എന്ന് വിളിക്കും. ഫോർത്ത് കമ്മ്യൂണിറ്റി വരും, സീറാൽ സ്റ്റേജ് 3. ഫിഫ്ത്ത് കമ്മ്യൂണിറ്റി സീറാൽ സ്റ്റേജ് 4. ആൻഡ് ലാസ്റ്റ് ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ആ ഏരിയയിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ ജനറൽ പ്രോസസ് ഓഫ് സക്സഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഏരിയയിൽ ഫസ്റ്റായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പയോനിയർ കമ്മ്യൂണിറ്റി. ആൻഡ് ഒരു ഏരിയയിൽ ഫൈനലായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഇതിനിടയ്ക്ക് സീക്വൻഷ്യലായിട്ട് മാറി മാറി വരുന്ന കമ്മ്യൂണിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീറാൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു ഏരിയയിൽ ഫസ്റ്റ് വരുന്നത് പയോനിയർ കമ്മ്യൂണിറ്റിയാണ്. ഒരു ഏരിയയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ വിളിക്കുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ആൻഡ് സീക്വൻഷ്യലായിട്ട് ഒരു ഏരിയയിൽ ചേഞ്ച് ചെയ്ത് വരുന്ന ആ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റീസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സീറാൽ കമ്മ്യൂണിറ്റി. ആൻഡ് ഒരു ഏരിയയിൽ ഇങ്ങനെ മാറി വരുന്ന എല്ലാ കമ്മ്യൂണിറ്റികളെയും ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് സിയർ, SERE. അപ്പോൾ ഒരു ഏരിയയിൽ സീക്വൻസ് ആയിട്ട് മാറി വരുന്ന എല്ലാ കമ്മ്യൂണിറ്റീനെയും കൂടെ നമ്മൾ സിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ഡയഗ്രത്തിൻ്റെ പോലെ തന്നെ ഒരു ഫിഗറാണിത്. നമ്മുടെ ഇത് ഇങ്ങോട്ട് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ടൈമിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ ആദ്യം ഒരു ഏരിയയിൽ ബെയർ ഏരിയ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവിടെ ലൈക്കൻസ് വരുന്നു, പിന്നെ സ്മോൾ ആനുവൽസ് പ്ലാന്റ്സ് വരുന്നു, പിന്നെ പെർണിയൽ ഹെർബ്സ് വരുന്നു, പിന്നെ ഷ്രബ്സ് വരുന്നു, ആൻഡ് ഫൈനലി
ഫോറസ്റ്റ് വരുന്നു. അപ്പോൾ ഇനീഷ്യൽ ഉള്ള ആ കമ്മ്യൂണിറ്റീനെ ഇവിടെ ലൈക്കൻസിനെ എന്ത് വിളിക്കും? പയോനിയർ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. ഇവിടെ ഫൈനലായിട്ട് വരുന്ന ഈ ഫോറസ്റ്റിനെ നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റേജസിനെയും നമ്മൾ സീറാൽ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ഏരിയയിൽ ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്ത് സീക്വൻഷ്യലി ആൻഡ് ഓർഡർലി ആയിട്ട് കമ്മ്യൂണിറ്റികൾ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പയോനിയർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ടു എസ്റ്റാബ്ലിഷ് ഇൻ ആൻ ഏരിയ. സീറാൽ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ദ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ് ഇൻ എ സക്സഷനെയാണ് നമ്മൾ സീറാൽ സ്റ്റേജസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ കമ്മ്യൂണിറ്റി ടു എസ്റ്റാബ്ലിഷ് ഇൻ ആൻ ഏരിയ. ആൻഡ് സിയർ എന്ന് പറഞ്ഞാൽ ഹോൾ സീരീസ് ഓഫ് കമ്മ്യൂണിറ്റി വിച്ച് ഡെവലപ്പ് ഇൻ ആൻ ഏരിയനെയാണ് നമ്മൾ സിയർ എന്ന് വിളിക്കുന്നത്. Thank you.